എക്സലൻ്റ് ഗൈഡ് മലയാളത്തിലേക്ക് സ്വാഗതം. ഞാൻ അജയ് ആനന്ദ്. ഒരു വ്യക്തിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് കിട്ടിക്കഴിഞ്ഞാൽ ആ ഡേറ്റ് ഓഫ് ബർത്ത് ഉപയോഗിച്ച് ആ വ്യക്തിയുടെ പ്രായം കണ്ടെത്താനുള്ള 4 വ്യത്യസ്ത മെത്തേഡുകളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. അവയിൽ ആദ്യത്തേത് ഡേറ്റ് ഡിഫ് ഫംഗ്ഷൻ ഉപയോഗിച്ചുള്ളതാണ്. 1937 ഡിസംബർ 28 ജനിച്ച ശ്രീ രത്തൻ ടാറ്റയുടെ പ്രായം കണ്ടെത്താനായിട്ട് ഈ സെല്ല് സെലക്ട് ചെയ്യുന്നു. ഫോർമുല ബാറിൽ ഈക്വൽ ഡേറ്റ് ഡിഫ് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. 2 തീയതികൾ തമ്മിലുള്ള ദിവസങ്ങളിലെ, മാസങ്ങളിലെ അല്ലെങ്കിൽ വർഷങ്ങളിലെ ഡിഫറൻസ് കണ്ടെത്താനാണ് ഡേറ്റ് ഡിഫ് ഫംഗ്ഷൻ ഉപയോഗിക്കുക. ഡേറ്റ് ഡിഫ് ഫംഗ്ഷനെക്കുറിച്ച് വളരെ വിശദമായിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. സോ ആദ്യമായിട്ട് ഡേറ്റ് ഡിഫ് ഫംഗ്ഷനെക്കുറിച്ച് കേൾക്കുന്നവർ ആ വീഡിയോ റെഫർ ചെയ്യുന്നത് നന്നായിരിക്കും. ഇനി ഡേറ്റ് ഡിഫ് ഫംഗ്ഷനിലെ ആദ്യത്തെ ആർഗ്യുമെൻറ്റ് സ്റ്റാർട്ട് ഡേറ്റ്. ഡേറ്റ് ഓഫ് ബർത്ത് കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ല് സെലക്ട് ചെയ്യുക, കോമ. ഡേറ്റ് ഡിഫ് ഫംഗ്ഷനിലെ രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ് എൻഡ് ഡേറ്റ്. ഇവിടെ ഇന്നത്തെ തീയതിയാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. അതിനുവേണ്ടി ടുഡേ ഫംഗ്ഷൻ, കോമ, ഡബിൾ കോട്ട്സിനുള്ളിൽ വൈ, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ 1937 ഡിസംബർ 28 ജനിച്ച ശ്രീ രത്തൻ ടാറ്റയുടെ പ്രായം ഈ സെല്ലിലേക്ക് നമുക്ക് കിട്ടി. ഇനി ഈ ഫോർമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുമ്പോൾ ഈ കാണുന്ന ഓരോ ഡേറ്റ് ഓഫ് ബർത്തിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏജ് ഈ കാണുന്ന സെല്ലുകളിലേക്ക് നമുക്ക് കിട്ടും. ഇയർ ഫ്രാക്ഷൻ അഥവാ ഇയർ ഫ്രാക്ട് ഫംഗ്ഷൻ ഉപയോഗിച്ചുള്ളതാണ് രണ്ടാമത്തെ മെത്തേഡ്. 2 തീയതികൾ തമ്മിലുള്ള വർഷങ്ങളിലെ ഡിഫറൻസ് കണ്ടെത്താനാണ് ഇയർ ഫ്രാക്ട് ഫംഗ്ഷൻ ഉപയോഗിക്കുക. ഈ കാണുന്ന ഡേറ്റ് ഓഫ് ബർത്തിൽ നിന്നും ഇയർ ഫ്രാക്ട് ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഏജ് കണ്ടെത്താനായിട്ട് ഈക്വൽ ഇയർ ഫ്രാക്ട് ഫംഗ്ഷൻ. ഇയർ ഫ്രാക്ട് ഫംഗ്ഷനുള്ളിലെ ഒന്നാമത്തെ ആർഗ്യുമെൻറ്റ് സ്റ്റാർട്ട് ഡേറ്റ്. ഡേറ്റ് ഓഫ് ബർത്ത് കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ല് സെലക്ട് ചെയ്യുക, കോമ. രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ് എൻഡ് ഡേറ്റ്. ഇവിടെ ഇന്നത്തെ തീയതിയാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. അതിനുവേണ്ടി ടുഡേ ഫംഗ്ഷൻ, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. എൻ്റർ കീ പ്രസ് ചെയ്യുക. നോക്കുക, ഇയർ ഫ്രാക്ട് ഫംഗ്ഷൻ 83.2583 എന്ന സംഖ്യ റിട്ടേൺ ചെയ്തു. ഈ സംഖ്യയിൽ നിന്നും 83 എന്ന ഇൻറ്റിജർ പാർട്ട് മാത്രമായിട്ട് കിട്ടാനായിട്ട് ഫോർമുല ബാറിൽ ഇൻറ്റ് ഫംഗ്ഷൻ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ ഫോർമുല 83 എന്ന സംഖ്യ റിട്ടേൺ ചെയ്തു. ഇനി ഈ ഫോർമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുക. എക്സലിലെ കസ്റ്റം നമ്പർ ഫോമാറ്റിംഗ് ഉപയോഗിച്ചുള്ളതാണ് പ്രായം കണ്ടുപിടിക്കാനുള്ള മൂന്നാമത്തെ മെത്തേഡ്. ഈ മെത്തേഡിൽ 3 സ്റ്റെപ്പുകളാണുള്ളത്. അതിലാദ്യത്തേത് മറ്റൊരു സെല്ലിൽ ഇന്നത്തെ തീയതി എൻ്റർ ചെയ്യുക. അതിനുവേണ്ടി ഈക്വൽ ടുഡേ ഫംഗ്ഷൻ. നോക്കുക, ഈ സെല്ലിലേക്ക് ഇന്നത്തെ തീയതി നമുക്ക് കിട്ടി. ഇനി ഈ ഫോർമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പ് ഈ 2 തീയതികൾ തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഈക്വൽ D3 മൈനസ് C3. നോക്കുക, ഈ 2 തീയതികൾ തമ്മിലുള്ള ദിവസങ്ങളിലെ ഡിഫറൻസ് ഈ സെല്ലിലേക്ക് നമുക്ക് കിട്ടി. ഇനി ഈ വാല്യൂവിനെ വർഷങ്ങളിലേക്ക് മാറ്റാനായിട്ട് ഈ സെല്ലിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഫോമാറ്റ് സെൽസ്, കസ്റ്റം. ഇനി ഇൻപുട്ട് ബോക്സിൽ YY എന്ന് ടൈപ്പ് ചെയ്യുക. നോക്കുക, 30,410 ദിവസങ്ങൾക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വർഷം ഇവിടെ കാണാം. ഓക്കെ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഈ ഫോർമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യാം. ഇനി 83 അല്ലെങ്കിൽ 75 ഇയേഴ്സ് എന്ന് ഈ സെല്ലുകളിൽ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ഈ സെല്ലുകൾ സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക്, ഫോമാറ്റ് സെൽസ്, YYക്ക് ശേഷം ഡബിൾ കോട്ട്സ്, സ്പേസ്, ഇയേഴ്സ്, ഡബിൾ കോട്ട്സ്. നോക്കുക, 83 ഇയേഴ്സ്. ഓക്കെ.
നാലാമത്തെ മെത്തേഡ് എക്സലിലെ പവർ ക്വയറി ഉപയോഗിച്ചുള്ളതാണ്. ഈ കാണുന്ന ഡേറ്റ് ഓഫ് ബർത്തുകളിൽ നിന്നും പവർ ക്വയറി ഉപയോഗിച്ചുകൊണ്ട് ഏജ് കണ്ടെത്താനായിട്ട് ഈ ഡേറ്റ സെലക്ട് ചെയ്യുക. ഡേറ്റ ടാബിൽ പോവുക. ഫ്രം ടേബിൾ/റേഞ്ച് ക്രിയേറ്റ് ടേബിൾ. ഓക്കെ. നോക്കുക, നമ്മൾ സെലക്ട് ചെയ്ത ഡേറ്റ എക്സലിൻ്റെ പവർ ക്വയറി എഡിറ്ററിലേക്ക് ലോഡ് ചെയ്യപ്പെട്ടു. നമ്മുടെ സോഴ്സ് ഡേറ്റയിൽ ഉണ്ടായിരുന്ന തീയതികളെ ഡേറ്റ് ആൻഡ് ടൈം എന്ന ഫോമാറ്റിലാണ് പവർ ക്വയറി ഐഡൻറ്റിഫൈ ചെയ്തത്. പക്ഷെ നമുക്കതിൻ്റെ ആവശ്യമില്ല. സോ ഡേറ്റ് ആൻഡ് ടൈം ഫോമാറ്റിനെ ഡേറ്റ് ഫോമാറ്റിലേക്ക് മാറ്റാനായിട്ട് ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഡേറ്റ്, റീപ്ലേസ് കറണ്ട്. ഇനി ഡേറ്റ് ഓഫ് ബർത്തുകളിൽ നിന്നും ഏജ് കണ്ടെത്താനായിട്ട് ആഡ് കോളം, ഡേറ്റ്, ഏജ്. നോക്കുക, നമുക്കിവിടെ ഏജ് ദിവസങ്ങളിലാണ് കിട്ടിയിരിക്കുന്നത്. ഈ ദിവസങ്ങളെ വർഷങ്ങളാക്കി മാറ്റാനായിട്ട് ട്രാൻസ്ഫോം, ഡ്യൂറേഷൻ, ടോട്ടൽ ഇയേഴ്സ്. ഇനി ഈ കാണുന്ന വാല്യൂസിൽ നിന്നും ഡെസിമൽ പ്ലേസസ് റിമൂവ് ചെയ്യാനായിട്ട്, മറ്റു രീതിയിൽ പറഞ്ഞാൽ ഈ സംഖ്യകളെ റൗണ്ട് ചെയ്യാനായിട്ട് റൗണ്ടിങ്, റൗണ്ട്. ഡെസിമലിന് ശേഷം എത്ര സംഖ്യകളാണോ വേണ്ടത് ആ സംഖ്യകളുടെ എണ്ണം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. 0. ഓക്കെ. നോക്കുക, ഡേറ്റ് ഓഫ് ബർത്തിൽ നിന്നും ഏജ് നമുക്കിവിടെ കിട്ടി. ഇനി ഈ ഡേറ്റ നമ്മുടെ എക്സൽ വർക്ക്ഷീറ്റിലേക്ക് ലോഡ് ചെയ്യാനായിട്ട് ഹോം, ക്ലോസ് ആൻഡ് ലോഡ്, ക്ലോസ് ആൻഡ് ലോഡ് ടു എക്സിസ്റ്റിംഗ് വർക്ക്ഷീറ്റ്. E2 എന്ന സെല്ല് സെലക്ട് ചെയ്യുന്നു. ഓക്കെ. ഡേറ്റ് ഓഫ് ബർത്തിൽ നിന്നും ഏജ് കണ്ടെത്താനുള്ള വ്യത്യസ്ത മെത്തേഡുകളെ കുറിച്ചുള്ള വീഡിയോ പ്രയോജനപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇതുപോലെയുള്ള എക്സൽ ടിപ്പ് വീഡിയോസ് റിലീസ് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. വിഷ് യു എ ഗ്രേറ്റ് ഡേ.